السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار. ഇന്ന് നമുക്ക് സീറ നബവിയയുടെ 23-ാമത്തെ അധ്യായമാണ് മനസ്സിലാക്കാനുള്ളത്. അൽ അഹ്ദാസു മിൻ നുസൂലിൽ വഹി ഇലൽ ഹിജ്റത്തി നുസൂലുൽ വഹി അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യായത്തിൽ നുബുവത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും ദഅവത്തിൻ്റെ ആദ്യഘട്ടങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാം വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്. 40 വയസ്സ് പൂർത്തിയായപ്പോൾ അള്ളാഹു അവിടത്തേക്ക് പ്രവാചകത്വം നൽകി. ഇത് റമദാൻ മാസത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നുബുവത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വഹീൻ്റെ തുടക്കം ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് 3 പ്രാവശ്യം ഇഖ്റ എന്ന് പറഞ്ഞു. സൂറത്തുൽ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ ആ സമയത്താണ് അവതരിപ്പിച്ചത്. ആ ആയത്ത് അവതരിച്ചതിന് ശേഷം മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വളരെ ശക്തമായ പിന്തുണ അവർക്കുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോൾ പേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയാണ് അവരെ ആശ്വസിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവങ്ങൾ അവർ ഓരോന്നായി എടുത്തു പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ പുറപ്പെട്ടു. വറഖത്ത് ബിൻ നൗഫലിൻ്റെ സാക്ഷ്യം കൂടി ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായി. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മൂസ അലൈഹിസ്സലാമയുടെ അടുത്ത് വന്ന അതേ നാമൂസ് ആ ജിബ്രീലാണ് മുഹമ്മദിൻ്റെ അടുക്കലും വന്നിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുമെന്നും നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കളെ സഹായിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. പിന്നീട് ഒരുപാട് കാലത്തിന് വഹി ഉണ്ടായില്ല. വഹീൻ്റെ ദീർഘമായ ഒരു ഇടവേള ഉണ്ടായി. ആദ്യ വഹീന് ശേഷം പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് വഹി ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ആ വഹീനായി ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ഈ ഇടവേള വിശ്വാസവും ആത്മധൈര്യവും വർദ്ധിപ്പിക്കുന്നതായിരുന്നു. 2ാം തവണത്തെ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സൂറത്തുൽ മുദ്ദസിറിൻ്റെ ആദ്യ ആയത്തുകളാണ് അവതരിപ്പിച്ചത്. എഴുന്നേറ്റ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ദൗത്യം ആ സമയത്താണ് ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ രാത്രി നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു. സൂറത്തുൽ മുസമ്മിലിലൂടെ രാത്രി നിസ്കാരം നിർദ്ദേശിക്കപ്പെടുകയും ആദ്യം അത് നിർബന്ധമാക്കുകയും ചെയ്തു. പിന്നീട് അത് സുന്നത്തായി ലഘൂകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ദഅവത്തിൻ്റെ ആരംഭം ആദ്യം രഹസ്യമായി അടുത്ത ബന്ധുക്കളെയും വിശ്വസ്തരായ ആളുകളെയും ഒക്കെയാണ് ക്ഷണിച്ചത്. ഈ ഘട്ടം ഏകദേശം 3 വർഷമാണ് തുടർന്നത്. തുടർന്ന് പരസ്യപ്രബോധനം ആരംഭിച്ചു. മക്കയിലെ ദഅവത്തിൻ്റെ കാലഘട്ടങ്ങൾ 1-ാം ഘട്ടം രഹസ്യപ്രബോധനമായിരുന്നു, അത് 3 വർഷമാണ്. 2-ാം ഘട്ടം പരസ്യ ദഅവത്തായിരുന്നു. ആ സമയത്താണ് ക്ഷമയും സഹനവും ഒക്കെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത്. മദീനയിലെ ദഅവത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിക സമൂഹവും രാഷ്ട്രവും ഒക്കെ സ്ഥാപിക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഉടമ്പടികളും പ്രതിരോധവും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്കും വിവിധ ജനവിഭാഗങ്ങൾക്കും ഇസ്ലാം എത്തിക്കലും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. വഹി വിവിധ രൂപങ്ങളായിട്ടാണ് വന്നത്. ഒന്ന് സത്യമായ സ്വപ്നങ്ങൾ, മറ്റൊന്ന് ഹൃദയത്തിൽ പ്രചോദനം നൽകൽ, മനുഷ്യരൂപത്തിൽ മലക്ക് വരിക, അതുപോലെ മണിനാഥം പോലെയുള്ള ശബ്ദത്തോടെയുള്ള വഹി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെയും വന്നിട്ടുണ്ട്. മിഅ്റാജിൽ നേരിട്ടുള്ള വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ടായി.
അള്ളാഹു നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വഹീൻ്റെ വിവിധ രൂപങ്ങളായിരുന്നു. ഇനി വഹീൻ്റെ സമയത്തുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുമ്പോൾ വലിയ ഭാരവും ക്ഷീണവും അനുഭവപ്പെടുമായിരുന്നു. തണുപ്പ് കാലത്ത് പോലും വിയർപ്പ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. ഒട്ടകമോ വാഹനമോ വഹീൻ്റെ ഭാരത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിലോ വാഹനത്തിലോ ആണെങ്കിൽ ആ വഹീൻ്റെ ഭാരത്തിൽ ഒട്ടകം താഴ്ന്നു പോകുമായിരുന്നു. എന്നാൽ ഖുർആൻ അത് ഒരു തരം സംരക്ഷണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വേഗത്തിൽ ആവർത്തിക്കുമായിരുന്നു. തുടർന്ന് അള്ളാഹു ഖുർആൻ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം പൂർത്തിയാക്കിയ ശേഷം ശ്രദ്ധയോടെ കേൾക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചു. സൂറത്തുൽ ലുഹ വഹീന് ഒരുപാട് ഇടവേള ഉണ്ടായപ്പോൾ സൂറത്തു ലുഹ അവതരിക്കുകയുണ്ടായി. നിന്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. ഭാവിയിലെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദഅവത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, തൗഹീദ് സ്ഥാപിക്കലാണ്. മറ്റൊന്ന്, ക്ഷമയും സഹനവും ഉണ്ടായിരിക്കലാണ്. മറ്റൊന്ന്, ആത്മശുദ്ധീകരണം. മറ്റൊന്ന്, അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ജനങ്ങളോട് കരുണയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം എന്നുള്ളതും ദഅവത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന പാഠങ്ങൾ: അള്ളാഹു ദൗത്യം നൽകുന്നതിന് മുമ്പ് തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനുവേണ്ടി തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. ദുഃഖത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആശ്വാസം വരും. നല്ല സ്വഭാവം ദഅവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. വഹിയ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു അതിനെ കാക്കും. പ്രവാചകന്മാരുടെ ജീവിതം ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും മാതൃകയാണ്. ഇസ്ലാമിക പ്രബോധനം ഘട്ടം ഘട്ടമായുള്ള പദ്ധതി പ്രകാരമാണ് നടന്നത്. ആരാധനയും ദഅവത്തും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എല്ലാ പ്രബോധകർക്കും ഏറ്റവും മികച്ച മാതൃകയാണ് എന്നെല്ലാം ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായമായ 24-ാം അധ്യായം നമുക്കടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.